ومن أخلاقهم رضي الله تعالى عنهم മഹാന്മാരായ സൂഫിയാക്കളുടെയും ഔലിയാക്കളുടെയും സ്വഭാവ ഗുണം അതിൽപ്പെട്ടതാണ് ശേഷം പറയുന്ന കാര്യം. എന്താണത്? ഇൻസിറാഹു സുദൂരിഹിം, അവരുടെ ഹൃദയം മനസ്സൊക്കെ നല്ല വിശാലമായി തുറന്നിങ്ങനെ കിടക്കാം, ഒരു പ്രയാസമല്ലാതെ. എപ്പോ ഇദാ സ്വറഫല്ലാഹു തആല അൻഹുമു ദുനിയ, ഈ മഹാന്മാരെ തൊട്ട് അല്ലാഹു തആല ദുനിയാവ് തിരിച്ചു വിട്ടു. ഇവർക്ക് ദുനിയാവ് കൊടുത്തില്ല. അപ്പൊ ഇവരെ തൊട്ട് ദുനിയാവ് തിരിച്ചു വിട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം, മനസ്സിൽ എന്തോ ഒരു വിശാലത അറിയാം. ഒരു കെട്ടിക്കൊടുക്കില്ല, നമ്മളെ മാറിയല്ല. നമുക്ക് ദുനിയാവ് വീട്ടിൽ പടച്ചോനെ നമ്മളെന്ത് കാട്ടുന്നൊരു ചിന്തയൊക്കെ നമുക്ക് വരുന്നുണ്ടല്ലോ. ഇവർക്ക് ആ ചിന്ത ഒന്നുമില്ല. ഉപദാനിക്ക, ഇങ്ങനെ അവർക്കൊരു മനസ്സ് വിശാലത കിട്ടാൻ കാരണം എന്താ? അത് അന്നകും യുഹിബ്ബൂനല്ലാഹ വറസൂല, അള്ളാഹും റസൂൽ ഇഷ്ടം വെച്ചു. അപ്പൊ അള്ളാഹും റസൂലിന് ഇഷ്ടം വെക്കുന്ന ആളുകൾക്ക് ദുനിയാവ് പ്രശ്നമേ അല്ല. അവർക്ക് ദുനിയാവില്ല, അങ്ങനെ പോകാനാണ്. അള്ളാഹുവിനെയും തിരുദൂതരെയും ഇഷ്ടം വെക്കുന്ന ഒരുത്തൻ കരിഹദ്ദുന്യ ലൗറത്ത്, നിർബന്ധമായിട്ടും ദുനിയാവിനെ വെറുത്തു പോകുന്നത്. അത്രത്തോളം അള്ളാഹും റസൂലിന് ഇഷ്ടം വെക്കണം. അള്ളാഹും റസൂലിന്റെ ഇഷ്ടം മനസ്സിന്റെ അകത്ത് കടന്നുകൂടിയാൽ പിന്നെ ദുനിയാവിൽ യാതൊരു ബന്ധമല്ല, വെറുപ്പായിരിക്കുന്നു. അതെന്താ കാരണം? ആരാധനയുടെ പരിപൂർണതയെ തൊട്ട് ഈ ദുനിയാവ് ജോലിയാക്കി മാറ്റും. അതുകൊണ്ട് തന്നെയാണ് ഓലിങ്ങനെ വെറുക്കാൻ കാരണം. വെറുക്കാനുള്ളതായിരിക്കുന്ന മാനദണ്ഡം അള്ളാഹു റസൂലുള്ള സ്നേഹമാണ്. വലിതാലിക്ക, അതുകൊണ്ടല്ലേ കാനമിൻ അക്ബരി അഖിലാഖിഹിം, മഹാന്മാരുടെ സ്വഭാവത്തിൽ ഏറ്റവും വലിയ സ്വഭാവമായ ഏതാ? ഇൻഖിബാദു ഖുലൂബിഹിം, അവരുടെ ഹൃദയം എന്താണെന്നറിയാമോ? കുടിച്ചായി നിൽക്കലാണ്. ഈ ഇഖ്ബാലി ദുനിയാലെയും, അവർക്ക് നേരെ ദുനിയാവ് മുന്നിട്ട് വരുമ്പോ അവരുടെ മനസ്സാകപ്പാടം കെട്ട് കുടിച്ചായിട്ട് ഒരു ഇടങ്ങാടുകൾ നിൽക്കും. ഇതാണ് അവരുടെ പേടിച്ചിട്ട്. ദുനിയാവ് വലിയാണ്, ആ പേടിയാണ്. അമ്മൽ യാഹി, അതുകൊണ്ട് എന്റെ സഹോദര, നീ ആലോചിച്ചു നോക്കാം. ലമ്മാകാന സ്വഹാബത്തു റളിയല്ലാഹു തആല അൻഹു അക്സറന്നാസി മഹബ്ബത്തൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഷ്ടത്താൽ ജനങ്ങൾ വെച്ച് ഏറ്റവും അധികം സ്വഹാബത്തായിരുന്നല്ലോ. അങ്ങനെ വന്നപ്പോ കൈവകാന അക്സറും യബീതു വയുസ്ബിഹു, അവരിൽ അധിക പേരും എങ്ങനെയാണ് രാപ്പാർത്തത്, എങ്ങനെയാണ് പ്രഭാ സമയത്തിലായത്? വലൈസ ഇൻദഹു ദീനാറും വലാ ദിർഹം, പാവപ്പെട്ട ഈ സ്വഹാബത്തിന്റെ കയ്യിൽ ഒരു തുണ്ട് നാണയത്തുണ്ട്, സ്വർണ്ണമാട്ടോ വെള്ളിയാട്ടോ ഇല്ല. അതേ അവസ്ഥയിൽ അവർ രാത്രി ഉറങ്ങുന്നു, എണീക്കുന്നു, നേരം പുലരുന്നു. എങ്ങനെയായിരുന്നു അവർ അധിക പേരെന്ന് ആലോചിച്ച് നോക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖിലി ബൈത്തിയും, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഖിലി ബൈത്തിന് വേണ്ടി നബി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പ്രാർത്ഥന വന്നത്? ശിദ്ദത്തി മഹബ്ബത്തിലഹും, അവരോട് നബിക്ക് വല്ലാത്തൊരു പ്രേമം. മഹബ്ബത്തിയും ലഹു, നബിനോട് അവർക്കും ഇഷ്ടം. അങ്ങനെ പരസ്പരം ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട്. അവർ ഘട്ടത്തിൽ അഖിലബൈത്തിന് വേണ്ടി നബി തങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്താ പ്രാർത്ഥന? കാല. അങ്ങനെ നബി തങ്ങൾ പ്രാർത്ഥിച്ച പറയുന്നു, അല്ലാഹുമ്മ ഇജ്അൽ റിസ്ഖ ആലി മുഹമ്മദിൻ ഖൂത്താൻ, മുഹമ്മദിന്റെ കുടുംബത്തിന്റെ റിസ്ക് കൂത്താക്കി മാറ്റണേ അള്ളാഹു പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ആവശ്യാനുസരണം ഭക്ഷണം ലഭിക്കും. അതിനുള്ളതായ പ്രാർത്ഥന ആയിരുന്നു നടത്തി. അതിനൊരു ഇഷ്ടമായിരുന്നു, അവരോട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇഷ്ടം. പടച്ച റബ്ബിനോട് മുന്നിടുകയാണ് അടിമ. അങ്ങനെ അടിമ മുന്നിടുക എന്നൊരു കാരണം ആയതുകൊണ്ട് ആ ഒരു മനുഷ്യനെ വിഷമിപ്പിക്കുന്ന വെറുപ്പിക്കുന്ന ഒന്നും വെറുപ്പിക്കുകയില്ല, ഒന്നും ചേരൂല. അദ്ദേഹം അള്ളാഹുവോട് മുന്നിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ലാസിയമ്മ പ്രത്യേകിച്ച് പറയട്ടെ, ഇൻകാന ലൈസ ഇൻദഹു, അദ്ദേഹത്തിന്റെ അടുക്കല് അതൊന്നുമില്ലാന്ന് വെക്കുക. ഉദാഹരണം പറയാം, വിഷപ്പിന്റെ കാഠിന്യത്തിൽ സഹിച്ചു നിൽക്കാന്നല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ
ഈ ഒരു അടിമ പകലുകൾ അള്ളാഹുമായി മുന്നിട്ടുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹിനെ കടുത്തുകൊണ്ടിരിക്കുകയാണ്. യസ്അലു ഖൂതു, അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന്റെ ഭക്ഷണം അള്ളാഹു ചോദിക്കും, അത്രേ ഉള്ളൂ. ലാ യഫ്തുറു അൻ ദാലിക, അത്തരം കാര്യങ്ങൾ തൊട്ടൊന്നും അദ്ദേഹം ക്ഷീണിതനാവൂല. പകലുകൾ അള്ളാഹുലേക്ക് അടുത്തടുത്തടുത്ത് പോകുമ്പോഴും അദ്ദേഹത്തിന് കിട്ടുന്നത് കൂട്ടുണ്ടാവും, അത് ചോദിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതം ഉണ്ടായിരുന്നു. അപ്പൊ ദുനിയാവില്ലാതിരിക്കുന്നത് വല്ലാത്ത സന്തോഷമായിരുന്നു ഇരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് കിട്ടാത്തൊരു വിഷമം. വകാന അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹിമഹുല്ലാഹു തആല യഖൂൽ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി മുബാറക് തങ്ങൾ പറയുന്നുണ്ട്, എന്ത് മഹാൻ പറയാണ്, അദ്ദുന്യാ സിജ്നുൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ ഒരു ജയിലറയാണ് ഈ പ്രപഞ്ചം. വഅലമു അഅമാലി ഫി സിജ്നി, ഈ മനുഷ്യന്റെ ജയിലിലുള്ള ഏറ്റവും വലിയ കർമ്മ അസ്സബ്റു, ക്ഷമിക്കുക എന്നുള്ളതാണ്. ദേശത്തെ ഒതുക്കലാണ്. അങ്ങനെയാണല്ലോ, തെറ്റ് ചെയ്ത അടിമയെ കൊണ്ട് ജയിലിട്ട് കഴിഞ്ഞാൽ അവൻ ക്ഷമിക്കുകയും ദേശം ഒതുക്കുകയല്ല, മറ്റൊരു മാർഗം അവിടെ അല്ലല്ലോ, ഒന്നും ചെയ്യാൻ കഴിയൂല. എന്നതുപോലെയാണ് ഒരു മുസ്ലിമായ ഒരു മോമിനായ അടിമയുടെ അവസ്ഥ ചെയ്യാവുന്ന ഈ ദുനിയാവ്. വലൈസാലിൽ മുഅ്മിനി ദുനിയാ ദൗലത്തുൻ, സത്യവിശ്വാസിക്ക് ഈ പ്രപഞ്ചത്തിൽ അധികാരമില്ലല്ലോ. വൈന്നമാ ദൗലത്തു ഓദൻ ബിൽ ആഖിറത്തി, നാളെ ആഖിറത്തിൽ അവൻ അധികാരം. ആഖിറത്തിൽ അധികാരം കിട്ടേണ്ട ആളാണ് മോമിൻ. ഇവിടെയല്ല, താൽക്കാലികമാണ്, നൈമിഷികമാണ്, നശ്വരമാണ്, ഒരിക്കലും നശിച്ചു പോകാത്ത അനന്തലോകമായി നിൽക്കുന്നതുമായ സ്ഥലം. അവിടെയാണ് അധികാരം കിട്ടുന്നത്, അവിടെയാണ് മോമിൻ അധികാരം. ഈ ദുനിയാവിൽ അധികാരമേ ഇല്ല, അതാണ് ഒഴിഞ്ഞു പോകുന്നത്. വഖദ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു യഖൂൽ, ബഹുമാനപ്പെട്ടവർ പറയുന്നു, സയഅതിയന്നാസി സമാനുൻ, ശേഷം സമുദായത്തിന്റെ മേലിൽ ജനങ്ങളുടെ മേലൊരു കാലഘട്ടം വരാനിരിക്കുന്നുണ്ട്. യഖൂലുൽ മുഅ്മിനു ഫീഹി അദല്ല മിനൽ അമതി, ഒരു അടിമ എത്ര കണ്ട്, ഒരു അടിമ സ്ത്രീ എത്ര കണ്ട് നിസ്സാരമാകുമോ അതിനേക്കാൾ വളരെ നിസ്സാരമായിട്ടായിരിക്കും ആ കാലഘട്ടത്തിൽ മുഅ്മിനുണ്ടാവുക. അത് ഏകദേശം ഈ സമയം ആയമാതിരി തന്നെയാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ വളരെ നിന്ദ്യനാണ്. ആരും മെയിൻ്റെ ചെയ്യൂല, അയാളെ കളിയാക്കാനും പരിഹസിക്കാനും ആളുണ്ടാകുള്ളൂ. ആൾ വന്നാൽ സംസാരം പരിഗണിക്കൂല. ഇങ്ങനത്തെ ഒരു കാലഘട്ടമൊക്കെ തന്നെയാണ്, വളരെ നിന്ദ്യനായിട്ട് കാണും. അപ്പൊ യഈസു, അങ്ങനെ മോമിനായ മനുഷ്യൻ ജീവിക്കണം ആ കാലഘട്ടത്തിൽ. സുർക്കയിൽ അണുക്കളുണ്ടാവും, പുഴുക്കളുണ്ടാവും. കാരണം മുന്തിരിങ്ങ ചാറ് പോലത്തൊക്കെ സുർക്കാക്കണം. ആ സുർക്കയിൽ അണുക്കളും പുഴുക്കളുണ്ട്. ആ പുഴുക്കൾ സുർക്കയിൽ എങ്ങനെ ജീവിക്കുമോ അതേപോലെ അങ്ങനെ ജീവിച്ചു പോവുകയാണ് ഇപ്പൊ മോമിൻ ഈ ദുനിയാവിൽ. അത്രയും വിഷമത്തിലായിരിക്കും മോമിൻ എന്നാണ്. ഇതൊക്കെ വരാനുണ്ടെന്ന് പറഞ്ഞു, വന്നിട്ടുണ്ട്. ഫഖാല അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ യഖൂൽ, മഹാൻ പറയുന്നു, മൻ ഹബസല്ലാഹു അൻഹു ദുനിയ സലാസത അയ്യാമിൻ, ഒരു 3 ദിവസം ഒരാളെ തൊട്ട് അള്ളാഹു തആല ദുനിയാവ് തടഞ്ഞു കൊടുത്തില്ല. വഹുവ അൻഹു റാദിൻ, എത്തരത്തിൽ അവൻ അതിനെ തൊട്ട് പൊരുത്തത്തിലാണ്. അള്ളാഹു തആല അങ്ങനെ പൊടിച്ചു വെച്ചതിനും അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. എന്നാൽ വജബത്ത് ലഹു ജന്നത്തു, ഓന് സ്വർഗസ്ഥിരമായി എന്നാണ്. അപ്പൊ സ്വർഗസ്ഥിരമായ ഒരു മാർഗമാണ് ദുനിയാവ് കയ്യിലില്ലാതിരിക്കെ അള്ളാഹിനെ തൊട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കണം. ദുനിയാവില്ലാത്തതിന്റെ മേൽ വെറുക്കാൻ പാടില്ല, എന്നാ സ്വർഗം ലഭിക്കും. വകാന അബ്ദുല്ലാഹ് ബിൻ ബക്ർ മുസ്നി റഹിമഹുല്ലാഹു തആല യഖൂൽ, ഓരോ മഹാന്മാരും മനസ്സിലാക്കിയത് പറഞ്ഞു തരുമ്പോൾ അതൊക്കെ നമുക്ക് കുറിക്കൊണ്ടുവന്ന് തന്നെയാണ്. മഹാൻ പറയുന്നത് എന്താ, ഇന്നല്ലാഹ അസ്സ വജല്ല, നിശ്ചയമായിട്ടും പടച്ച റബ്ബ് മോമിനായിരിക്കുന്ന ഒരു അടിമയ്ക്ക് അള്ളാഹു തആല കുടിപ്പിക്കും, മുറുക്ക് കൊടുക്കും. മിറാറത്ത ദുനിയ, ദുനിയാവിന്റെ കയ്പ് രുചിപ്പിക്കുകയും ചെയ്യും, അത് അർഹിപ്പിക്കുകയും ചെയ്യും. മഹബ്ബത്തൻ ഫീഹി, അതെന്തുകൊണ്ട് അവനിൽ അള്ളാഹു തആലാക്ക് വലിയ ഇഷ്ടമുണ്ട്. അപ്പൊ കയ്പ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ രുചിപ്പിക്കും അള്ളാഹു തആല. ഏതുപോലെ കമാ തജ്റുൽ മർഅതു വലദഹ സബറ ഫീ അജ്ൽ ആഫിയ, ഒരു സബിറ, ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ കുട്ടിക്ക് എന്താ കറ്റുവായി നീര് കൊടുക്കുന്നുണ്ട്, ആ ചില കുട്ടിക്ക് സുഖം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പൊ അങ്ങനെ കൊടുത്ത് കുട്ടിയെ ശീലിപ്പിക്കുന്നത് പോലെ ദുനിയാവിന്റെ കയ്പ് കൊടുത്തുകൊണ്ടേയിരിക്കും ആര്, അള്ളാഹു തആല മോമിന്. അത് മോമിനുള്ള ഇഷ്ടമാണ്, സംരക്ഷണമാണ്. അത് നമ്മൾ ആലോചിക്കുക. അപ്പൊ മോമിൻ അള്ളാഹു തആല ഇങ്ങനെ ദുനിയാവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, അവനെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലാക്കാം.
വമിൻ അദില്ലത്തിൽ ഖൗമി മിൻ ഹാദൽ ഖുലുഖി. ഇങ്ങനെ സ്വഭാവം ഉണ്ടല്ലോ മഹാന്മാർക്ക്, ഇപ്പൊ പറഞ്ഞ മഹാന്മാർക്ക്. ഈ സ്വഭാവത്തിന്റെ ദലീൽ എന്താ? ലക്ഷ്യം മാ വറദ, ഹദീസിൽ വന്ന ഒന്നാണ്. എന്താണത്? അന്ന റജുലൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാള് വന്നു, അയാള് വന്നിട്ട് നബിയോട് പറയാണ്, ഇന്നി ഉഹിബ്ബുക യാ റസൂലല്ലാഹ്, നബിയെ ഞാൻ അങ്ങയെ ഇഷ്ടം വെക്കുന്നു, പ്രേമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. വഖാലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഇഷ്ടം വെക്കുന്ന മനുഷ്യനോട് പറഞ്ഞു, ഇൻ കുൻത തുഹിബ്ബിനി, യോ ചങ്ങാതി, നീ എന്നെ ഇഷ്ടം വെക്കുന്ന ആളാണെങ്കിൽ ഞാൻ നിന്നോട് കാര്യം പറയട്ടെ. സാധുവായൊരു മനുഷ്യന് നീ ഒരു പടയങ്കിയോ രക്ഷാകവചോ ആയി മാറണം. കാരണം എന്താണ്? ഫൈനൽ ഫഖ്റ അസ്റഉ ഇലാ മൻ യുഹിബ്ബുനി. ദാരിദ്ര്യം എന്ന് പറയുന്നത് എന്നെ ആ ഇഷ്ടം വെച്ചോ ആ ഇഷ്ടം വെച്ച ആളിലേക്ക് വേഗത്തിൽ ദാരിദ്ര്യം കടന്നു വരും. എന്തിനേക്കാള് മിനസ്സൈലി ഇലാ മുന്തഹാവും. ഒരു ഒലിപ്പ് വെള്ളം അതിവേഗത്തിൽ അതിന്റെ അറ്റത്തിലേക്ക് കുതിച്ചു പായുന്നുണ്ട്. അതിനേക്കാൾ വേഗത്തിൽ കുതിച്ചെത്തും അബീബ നബിയെ ഇഷ്ടം വെക്കുന്ന ആളിലേക്ക് ദരിദ്രം. അതുകൊണ്ട് ദരിദ്രർക്ക് രക്ഷാകവചമാവേണ്ടതുണ്ട്, അവർ സഹായിക്കേണ്ടതുണ്ട് എന്നർത്ഥം. ഈ ഒരു ഹദീസിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ദുനിയാവില്ലാതിരിക്കുമ്പോൾ മനസ്സ് നല്ല സുഖമായിരിക്കാന്നൊക്കെ പറയുന്നത്. വഖത്ത് കാലത്ത് ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹാ തഖൂൽ, എന്നാൽ പണ്ഡിതയായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മണവാട്ടിമാൽ കന്യകയായ ചെറുപ്രായത്തിൽ തന്നെ നബിതങ്ങൾ വിട പറഞ്ഞ് വിധവയായി കഴിയേണ്ടി വന്ന മഹദി പറയുന്നു, എന്ത്? മാസാലത്തി ദുനിയാ ലൈനാ ഉസ്റതൻ ഖദ്റതൻ ഹത്താ ഖുബില നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവ് ഞങ്ങളെ മേലിൽ വളരെ കലർപ്പും വിഷമാവസ്ഥയിലുമായിരുന്നു. ഏതുവരെ ചോദിച്ചാൽ നബി തങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്നത് വരെ. അങ്ങനെ ഇരിക്കെ അങ്ങനെ ഞങ്ങളെ മേലിൽ പിന്നെ അവസാനം ദുനിയാവ് ചൊരിക്കൽ അങ്ങ് ചൊരിച്ചു. ഇപ്പൊ പ്രയാസമൊക്കെ പോയി ദുനിയാവ് കിട്ടി. അതായത് അതിൽ അന്നാകുന്ന നിശ്ചയമായിട്ടും ഞങ്ങൾ ആയി ഈ ബർക്കത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങളുടെ ബർക്കത്ത് കാരണം കൊണ്ട് ദുനിയാവിനെ തൊട്ട് കാവലായി മാറി ഞങ്ങള് രക്ഷ കിട്ടി ഞങ്ങൾക്ക്. ഫലമ്മാ തുവഫിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളെ വഫാത്തായപ്പോഴോ സഹബത്തു തിൽക്കൽ ഹിമായത്തു, ഞങ്ങൾക്ക് ദുനിയാവിനെ തൊട്ട് കിട്ടിയ കാവലുണ്ടായിരുന്നു. ആ കാവല് നബി തങ്ങൾ പോണോടുകൂടി അതും പോയി കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളെ മേലെ ന്യൂനതകളും ചുരുക്കങ്ങളും കടന്നു വന്നു, പ്രയാസങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത്. ഇതാണ് മഹദി അവർ പറയുന്നത്. അപ്പൊ ദുനിയാവിന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. നബിന്റെ വർക്കത്തോട് ഞാൻ അങ്ങനെ കഴിഞ്ഞു കൂടിയത്. വഖദ് സമിഅതു സയ്യിദി അലി ഖവ്വാസ് റളിയല്ലാഹു തആല യഖൂൽ, പറയുന്നു, ആര് പറയാ? ഷാറാലിമാൻ പറയാ. അലി ഖവ്വാസ് വരെ ഞാൻ കേട്ടു മഹാൻ പറയുന്നത്, ഇദാ തറക്കൽ അബ്ദു ബി മഖാമാത്തിൽ ഇർഫാൻ, പടച്ച റബ്ബിനെ കണ്ടെത്താനും അറിയാനും പറ്റുന്ന മഖാമിൽ ഒരു അടിമ കയറിപ്പോയാൽ നോക്കണം, സ്വാറത്തി ദുനിയാ തസ്ദാദു മിന്നു നഫറതൻ, എന്നാ പിന്നെ ഈ ദുനിയാവാകുന്ന ഈ സുന്ദരി മണവാട്ടി ഈ പറയുന്ന മഹാനായ മണവാളിനെ തൊട്ട് ഓടിയകലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് കൂടുതലായിരിക്കും, അടുത്ത് വരുന്നത് ഓടിക്കൊണ്ടിരിക്കും, പേടിയാണ്. അതോ അന്നഹു തലബഹ, ഇനി എങ്ങാനും ഈ മനുഷ്യൻ ഈ അടിമ ദുനിയാവിനെ തേടി വന്നാലോ ലമ അജാബത്തു, ദുനിയാവ് ഇതിന് ഉത്തരം കൊടുക്കൂല. അതെന്താ? ഒതാലിക്ക് അങ്ങനെ സംഭവം നടക്കാൻ കാരണം ഈ ദുനിയാവിന് ഇങ്ങനെയുള്ള ഒരു അടിമയുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരിടം കയറിപ്പറ്റാൻ ഒരിടം കാണുന്നില്ല, അതുകൊണ്ട് ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ നമുക്ക് താമസിക്കാൻ പറ്റുന്നൊരിടം കിട്ടുന്നില്ല. ഇതാണ് ഈ അടിമയുടെ പവിത്രത. പ്രായം നീ അറിയണം സഹോദര, അന്ന മിൻ അലാമാത്തി മനിദഅൽ ഫഖറ,
ദരിദ്രത്തെ വാദിക്കുന്ന സാധുവാണെന്ന് വാദിക്കാറുണ്ട്. അങ്ങനെ വാദിക്കുന്നവർ അടയാളത്തിൽപ്പെട്ടതാണ് എരിവ്, കളവ്. എന്ത് കളവ്? അവർ കൂടുതൽ പറയും. ദുനിയാവിന്റെയും അതിന്റെ പളപളപ്പിനും സുഖത്തിനും ചരക്കിനൊക്കെ അവർ കൂടുതലാവും. ഇങ്ങനെയായിരിക്കും വയസ്സിൽ ഇങ്ങനെ പ്രവേശിക്കും തോറും ദുനിയാവിന്റെ ആളുകൾ കൂടാൻ വേണ്ടി ഇങ്ങനെ നോക്കും. ഇത് കള്ളവാദം വാദിക്കുന്ന ഒരു ദരിദ്രവാദിയുടെ വാദത്തിന്റെ അടയാളമാണ്. അത് ദാരിദ്ര്യം എന്നാന്ന് പറയും, ഒന്നുമില്ലാന്ന് പറയും, കളവോട് പറയണത്. അതിന് ഏറ്റവും വലിയ അടയാളം ഇതാണ്. ഓരോ ആഴ്ച ചെല്ലും തോറും അയാൾ ദുനിയാവിന്റെ അഴകുകളും ദുനിയാവിന്റെ സുഖങ്ങളും ഒക്കെ ഇങ്ങനെ ആസ്വദിക്കുവാൻ കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഫഅലം ദാലിക, ഇക്കാര്യം നീ അറിയണം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തോത്രങ്ങളും പടച്ച റബ്ബിന് മാത്രമാണ്. ഇനി മറ്റൊന്ന്, ഒമിന്ന ഖലാഖിയും റളിയല്ലാഹു തആല അൻഹു, ഈ മഹാന്മാർക്കുള്ള മറ്റൊരു സ്വഭാവ ഗുണം ചിത്തത്തിൽ പറയുന്ന ദുനിയാവിൽ വെച്ച് നല്ലോണം സന്തോഷിക്കുക. നല്ല സന്തോഷം ദുനിയാവിൽ. ഏതുപോലെ കമാഹില ബൈനഹും ആ ദുനിയാവിൽ അവരുടെ വികാരങ്ങളിലേക്ക് ചെന്നെത്താൻ പറ്റുന്നതിനിടയിലും ഇവർക്കിടയിലും മറയിടുമ്പോൾ എല്ലാം വല്ലാത്തൊരു സന്തോഷം. ദുനിയാവിലേക്ക് ചെല്ലുന്നില്ല, വികാരത്തിൽ ചെല്ലുന്നില്ല. അതിന്റെ ഇടയിലും ഇതിന്റെ ഇടയിലും ഇങ്ങനെ മറട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മറയിടുമ്പോൾ വല്ലാത്തൊരു സന്തോഷം ഉണ്ട്. ദുനിയാവിൽ ആഹ്ലാദിക്കുന്നത് അതാണ്. ദുനിയാവുകൊണ്ട് ആഹ്ലാദിക്കല്ല. ഇപ്പൊ എപ്പോലൂന്ന് അങ്ങനെ അവർ പറയും, ലൗല അന്നല്ലാഹു തആല യുഹിബ്ബുന, അള്ളാഹു എങ്ങാനും നമ്മളെ ഇഷ്ടം വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മഹാല ബൈനന ബൈനമാ യഅ്ജിബുന അൻഹു, അള്ളാഹിനെ തൊട്ട് നമ്മളെ തടയുന്നതോടോ അതിന്റെ ഇടയിലും നമുക്കിടയിലും ഇത് മറയായി വരുന്നില്ല. ഇപ്പൊ ഇത് മറയായി വരാൻ കാരണം അള്ളാഹ് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ. അപ്പൊ ദുനിയാവ് ലയിച്ചു കഴിഞ്ഞാൽ അള്ളാഹിനെ കാണാൻ കഴിയൂല, ഇഷ്ടപ്പെടാൻ കഴിയൂല. وكان مالك بن دينار رحمه الله تعالى يقول, ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ തങ്ങൾ പറയുന്നു, قال لي معلمي عبد الله الرازي رحمه الله تعالى, എന്റെ അധ്യാപകനായ അബ്ദുല്ലാഹ് റാജി തങ്ങൾ എന്നോട് പറഞ്ഞു, ഇന്ന റദ്ദൽ ഖുർബി ഇലല്ലാഹി തആല, നീ അല്ലാഹുവിലേക്ക് അടുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിന്റെയും നിന്റെ വികാരങ്ങൾക്കും ഇടയിൽ ഒരു ഇരുമ്പിന്റെ മതിലിന് സൃഷ്ടിച്ചുള്ള അത്രയും കലപ്പെട്ട മതിൽ വേണം. എന്നാൽ നിനക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയും. ഇവിടെ ഇരുമ്പിന്റെ എന്ന് പറയുമ്പോൾ ഒരു മാനവിയാണത്. അത്രത്തോളം ശക്തിയുള്ള മതില് വേണം. ബഹുമാനപ്പെട്ട പ്രവാചകനായ ദാവൂദ് നബി, ദാവൂദ് നബിയിലേക്ക് അള്ളാഹു തആല ദിവ്യ സന്ദേശം നൽകിയെന്ന് ഹറാമുന്നല കൽബി അഹദ അലാ കൽബി, ഹറാമുന്നല കൽബിൻ, ഒരു ഹൃദയത്തിന്റെ മേൽ നിഷിദ്ധമാണ്. എങ്ങനത്തെ ഹൃദയം? അഹബ്ബ ശഹവാത്ത്, ആ ഹൃദയം സർവ്വവികാരങ്ങളെയും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഹൃദയത്തിന്റെ മേൽ നിഷിദ്ധമാണ് എന്ത്? ദാവൂദ് നബി അലൈഹി ഇസ്ലാമിലേക്ക് അല്ലാഹു തആല വഹി അറിയിച്ചതെന്താണ്? ഹറാമുൻ അലയ്യ, എന്റെ മേൽ നിഷിദ്ധമാണ്. ഖൽബുൻ, ഒരു ഹൃദയം. എങ്ങനത്തെ ഹൃദയം? അഹബ്ബ ശഹവാത്തി, സർവ്വ വികാരങ്ങളെയും ഇഷ്ടം വെച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഹൃദയം അപ്പൊ അതാ ഖൽബ് തന്നെയാണ്. അങ്ങനെയുള്ള ഹൃദയത്തിന് നിഷിദ്ധമാണ്. അൻ അജ്അലഹു, ഞാൻ അവനാക്കുക ഇമാമനിൽ മുത്തഖീന, തഖ്വയുള്ള ആളുകൾക്ക് തുടരാൻ പറ്റുന്ന ഒരു ഇമാമായിട്ട് ഞാൻ നിശ്ചയിക്കാൻ എനിക്ക് പാടില്ല. ഇത് ദാവൂദ് നബി അലൈഹി സ്വലാമിലേക്ക് അല്ലാഹു വഹി അറിയിച്ചു. അപ്പൊ വികാരങ്ങളെ ഇഷ്ടപ്പെട്ട് നടക്കുന്ന ഒരാൾക്ക് ഇമാമാകാൻ പറ്റൂല, അതിന്റെ അർത്ഥം. وكان عمر بن عبد العزيز رحمه الله تعالى يقول, മാൻ പറയുമായിരുന്നു, അമീതു الشهوات بأنفسكم ولا تميتوا أنفسكم بالشهوات فإن من جعل شهوته تحت رجليه فر الشيطان من ظله كما أن من جعلها في قلبه ركبه الشيطان.
فصرفه كيف شاء بتسليط الله تعالى. എന്താ മഹാൻ പറഞ്ഞതറിയോ? ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ പറയാണ്, അമീതുസ്സഹവാത്ത്, വികാരങ്ങൾ മുഴുവൻ നശിപ്പിക്കണം. ഈ അംബുസിക്കും, നിങ്ങളെ മനസ്സിന്റെ അകത്തുള്ള സർവ്വവികാരം എടുത്ത് വലിച്ചെറി നശിപ്പിക്കണം. വലാ തുമീതു അംബുസകും വിസ്സഹവാത്ത്, വികാരങ്ങളിലായിക്കൊണ്ട് നിങ്ങളെ ശരീരത്തെ നശിപ്പിക്കാൻ പാടില്ല. വികാരത്തെ നശിപ്പിക്കണം. കാരണം എന്താ? ഇന്നമഞ്ചാല സേവത്തഹു, നല്ല ഒരുത്തും തന്റെ വികാരത്തെയാക്കിയവിടെ താഴ്ത്തരിതിലേക്ക് തന്റെ രണ്ട് കാലിന്റെ ചൂട്ടിലേക്കിട്ട് മാറ്റി കുഴിച്ചു മൂടി വിട്ടാൽ അവന്റെ വില്ലിൽ നിന്ന് ശൈത്താൻ ഓടി മറയുന്നതാണ്. പേടിയാണ് ശൈത്താനേതുപോലെ. ഈ ദുനിയാവിലുള്ള സർവ്വവികാരങ്ങളെയും തന്റെ ഹൃദയത്തിന്റെ അകത്തൊരാളാക്കി വെച്ചാൽ ഷൈത്താൻ അവനെ കുതിര കയറും. ഷൈത്താൻ അവനെ കൈകാര്യം ചെയ്യും. കൈവശ ആ ഷൈത്താൻ എങ്ങനെ ഉദ്ദേശിച്ചതുപോലൊക്കെ ചെയ്യും. അള്ളാഹു തആല അധികാരം കൊടുക്കും. അങ്ങനെയാണ് ഷൈത്താന്റെ വലയിൽ കഴിച്ചതാകാൻ വികാരമൊക്കെ വലിച്ചറിയാം. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം യഖൂൽ, ഈസാ നബി അലൈഹിസ്സലാം തങ്ങൾ പറയുന്നു, അൽ ജന്നത്തു തർജു ബിജുംലതിഹാ ഇലാ ശൈഅൈനി അർറാഹാത്തി വശഹവാത്ത്. സ്വർഗം എന്ന് പറയുന്ന മണിമാളിക സുന്ദര വീട് അതൊന്നായിട്ട് മടങ്ങി വരും രണ്ട് വസ്തുവിലേക്ക്. ഒന്നാമത്തെ വസ്തു സുഖങ്ങളാണ്, രണ്ടാമത്തെ വസ്തു വികാരങ്ങളുമാണ്. അതിലേക്ക് മടങ്ങി വരും. വലാ യദ്ഖുലു അഹദുൻ അൽ ജന്നത, സ്വർഗത്തിൽ ഒരാളും പ്രവേശിക്കുകയില്ല. ഇല്ലാ ബിതർക്കി റാഹാത്തി വശഹവാത്തി ബിദ്ദുനിയാ, ഈ പ്രപഞ്ചത്തിൽ സർവ്വവികാരങ്ങളും സർവ്വസുഖങ്ങളും ഉപേക്ഷിക്കണം. അങ്ങനെ ഉപേക്ഷിക്കൽ കൊണ്ട് മാത്രമാണ് സ്വർഗത്തിൽ പോവുക. അതിൽ പോകില്ല. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, യഖൂലു മഹാൻ പറയുന്നു, സയഅതി അലന്നാസി, ജനങ്ങളുടെ മേൽ വരും സമാൻ ഒരു കാലഘട്ടം വരും. എങ്ങനത്തെ കാലഘട്ടം? യഖൂനു ഹിമ്മത്തു അഹദിഹിം, അവൽ ഓരോരുത്തരുടെയും മനക്കരുത്തും മനസ്സിലെ ഉദ്ദേശവും എന്താകും? ബാത്തിനഹു, അവന്റെ വയറാണ്. ദീനഹു, അവന്റെ ദീനഹു, അവന്റെ ദീന്. അവാഹു, അത് അവന്റെ ഇച്ഛയായിട്ട് മാറും. വസൈഹുഹു, അവന്റെ വാള് ഇസ്ലാനു നാവായി മാറും. ശരിയല്ലേ? വാളിനേക്കാൾ വലിയ മൂർച്ച നാവോടിട്ട് അടിക്കുക. അത് ഇഷ്ടം പോലെ നാവോട് ഇങ്ങനെ അടിക്കുക. ദീനാണെങ്കിൽ അത് അവന്റെ ഇച്ഛയായിട്ട് മാറും. ഓരോ പ്രശ്നം വയറ് നടക്കണം. ഇങ്ങനത്തെ ഒരു കാലഘട്ടം വരും എന്നാണ് വന്നിട്ടുണ്ടോ? മഹാൻ പറയുകയാണ്, എന്ത്? പറഞ്ഞാൽ കേൾക്കാത്ത, അനുസരിക്കാത്ത, മൂട്ട് കാട്ടുന്ന, ഗൗരവതരമായ സ്വഭാവത്തിൽ പെരുമാറുന്ന ഒരു മൃഗം. ആ മൃഗമല്ല. എന്തല്ല നിന്റെ സ്വന്തം നഫ്സിനേക്കാൾ അത്ര വലിയ ആവശ്യമുള്ളതല്ല മൃഗം. എന്തിന്? കടിഞ്ഞാനിട്ടും കൊണ്ട് അത് നിർത്തണം. അങ്ങനെ കടിഞ്ഞാട്ട് നിർത്തുക എന്നൊരാവശ്യത്തിലേക്ക് വലിയൊരു ആവശ്യമൊന്നുമല്ല മൃഗം. സ്വന്തം നഫ്സിനേക്കാൾ നിന്റെ സ്വന്തം നഫ്സായിട്ടും കടിഞ്ഞാണം വേണ്ട മൃഗമല്ല. മഹാൻ പറയുമായിരുന്നു, എന്റെ സ്വന്തം നഫ്സിനേക്കാൾ ഗൗരവമായിട്ടൊരു വസ്തുവുമായിട്ട് ഞാൻ എന്തായിട്ടില്ല, അവനെ വെട്ടിട്ടില്ല, ഞാൻ പ്രയാസപ്പെട്ടിട്ടില്ല. ഒരു വട്ടം എന്റെ കൂടെ നഫ്സുണ്ടാകും, ഒരു വട്ടം എനിക്ക് എതിരിൽ വരും. ഇങ്ങനെ പല ജാതി പ്രയാസം നേരിട്ടുണ്ട് എന്റെ നഫ്സുമായിട്ട്. അങ്ങനത്തെ ഒന്നും കടുത്തതായിട്ടില്ല. വക്കാലിയ കോലു, മഹാൻ പറയുമായിരുന്നു, ഉഫു അമ്പുസുക്കും മനുഷ്യഹവാത്തി, നിങ്ങളെ വികാരങ്ങൾ മുഴുവൻ നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് നീക്കണം. ആ വികാരങ്ങളത്തോട് നിങ്ങൾ മനസ്സിനെ സൂക്ഷിക്കുക, തടയുക. എന്തിന്റെ മുമ്പ്? അഭിലായിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കേണ്ട ഘട്ടം വരും. അതിന് മുമ്പല്ലേ ഈ പറഞ്ഞ സ്വഭാവത്തിൽ ഈ മഹാന്മാർക്കുള്ള ചെറിയപ്പെട്ടതാണ് എന്ത്? അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങളുടെ വാക്ക്. എന്താ നബി പറഞ്ഞത്?
സ്വർഗത്തിലെ നല്ല കാര്യങ്ങൾ കൊണ്ട് പറയാൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സർവദുഷിച്ച വികാരങ്ങളെ കൊണ്ട് നരകത്തിൽ പറയാൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്വർഗത്തിലേക്കാണ് പക്കത്ത് പറഞ്ഞ നിശ്ചയം വന്നിട്ടുണ്ട്. അന്നവും ഖദിമയിലെ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം മർറത്തൻ ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് എന്താ അറിയാൻ മുന്നിട്ട് വന്നു. സബീഉൽ ലൗസ് എന്ന് പറയുന്ന ആളെ മുന്നിട്ടു. അതുകൊണ്ട് വന്നപ്പോ നിബിധങ്ങൾ തട്ടി മാറ്റി, വേണ്ട. എന്നിട്ട് വക്കാല നിബിധങ്ങൾ പറയുന്നു, ഇത് മുന്തിയ ഭക്ഷണല്ലേ, ഇത് എനിക്ക് പറ്റൂല. ദുനിയാവിൽ സുഖിച്ച് ആടുന്ന കുറെ ആൾക്കാരുണ്ട്, ഓല ഭക്ഷണമാണ് ഈ ഭക്ഷണം, നമുക്ക് ഈ ഭക്ഷണം വേണ്ട. നോക്കൂ അവർക്ക് ചിന്തകള്. വക്കാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ യഖൂൽ പറയുന്നു, ഒരേ ഒരൊറ്റ വർണ്ണ ഇനമാണ്ട ഭക്ഷണമുള്ളൂ, അതിനേക്കാൾ കൂടുതലായി വരുന്നതല്ല. ബഹുവ ആമൽ പുസ്താക്കി തമ്മാടിയുടെ ഭക്ഷണമാണ്. ഒരൊറ്റ ഐറ്റം മതി, പല ഐറ്റം ഉണ്ടാക്കുക, അങ്ങനെ ശരിയല്ല. ഇതിനേക്കാൾ കൂടുതൽ വരുന്നുണ്ട്. ഈ മഹല്ലി അത് വരേണ്ട മഹല്ല് വരും ഇൻഷാ അല്ലാഹു തആല. അന്ന് ഉദ്ദേശിച്ചാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവിനോട് സർവസ്തോത്രവുമില്ല. ഇതൊക്കെയായിരുന്നു മഹാരഥന്മാർക്കുള്ള സ്വഭാവങ്ങൾ. ഇനി അടുത്ത സ്വഭാവം ഇൻഷാ അല്ലാഹ് കേൾക്കാം.